അന്ന് അടൂർ പ്രകാശിന്റെ നിർദ്ദേശാനുസരണമായിരുന്നു പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തത്. മുത്തശ്ശിയുടെ മുമ്പിലിട്ട് അതിക്രൂരമായി ഈ പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് മധുബാബു, എന്നെ മർദ്ദിക്കുകയാണ്. കണ്ണ് പെപ്പർ സ്പ്രേ അടിച്ചതുകൊണ്ട് തന്നെ ദേഹമാസകലം നീറുകയാണ്. അമറി വിളിക്കുന്നുണ്ട്, എനിക്ക് അല്പം വെള്ളം കുടിക്കാൻ തരണേന്ന്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും എനിക്ക് കുടിക്കാൻ കുടിവെള്ളം തന്നില്ല. ജയകൃഷ്ണൻ തണ്ണിത്തോട്, താങ്കൾക്ക് നേരിട്ട 2012 നേരിട്ട ഒരു അനുഭവമാണ് എഴുതിയത്. കോന്നി CI ആയിരുന്ന, ഇപ്പോൾ അദ്ദേഹം മറ്റൊരിടത്താണ്, ഇപ്പോൾ DYSP ആണ്. കോന്നി CI ആയിരുന്ന വ്യക്തി മധുബാബു താങ്കളെ അതിഭീകരമായി SFI നേതാവായിരിക്കുമ്പോൾ മർദ്ദിച്ചതിൻ്റെ കഥയാണ്. പോലീസ് മർദ്ദനം എന്ന് പറയുന്നത് നിയമബാഹ്യമായ കാര്യമാണ്, അതൊരു തുടർക്കഥയാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഓരോ ആളുടെയും അനുഭവം. താങ്കൾക്ക് അന്ന് ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു അനുഭവം നേരിട്ടത്? ഞാൻ SFIയുടെ കോന്നി ഏരിയ സെക്രട്ടറി ആയിരിക്കുന്ന കാലയളവിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 2012 ഒക്ടോബർ മാസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് കോന്നിയിലെ എല്ലാ കോളേജുകളും SFI ആണ് യൂണിയൻ ഭരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള MLAയും ജനപ്രതിനിധിയുമായിരുന്ന മന്ത്രി അടൂർ പ്രകാശ്, മന്ത്രിയായിരുന്നു അദ്ദേഹം. അന്ന് അടൂർ പ്രകാശിൻ്റെ നിർദ്ദേശാനുസരണമായിരുന്നു പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ എൻ്റെ മേൽ ഒറ്റ കേസില്ല. രാത്രി 12 മണിയോടുകൂടി എൻ്റെ വീട്ടിലേക്ക് ഒരു സംഘം പോലീസുകാർ വരികയും തുടർന്ന് എൻ്റെ അമ്മ കതക് തുറക്കുന്നു. ഞാനും ഉടനെ ഇറങ്ങി വരുന്നു. എൻ്റെ അമ്മയുടെ മുമ്പിലിട്ട്, എൻ്റെ അമ്മയെന്ന് പറയുന്നത് എൻ്റെ മുത്തശ്ശിയുടെ മുമ്പിലിട്ട് അതിക്രൂരമായി ഈ പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് മധുബാബു, എന്നെ മർദ്ദിക്കുകയാണ്. തുടർന്ന് അവിടുന്ന് എന്നെ പോലീസ് വണ്ടിയിൽ കയറ്റി നേരെ കോന്നിയിലേക്ക് വരുന്ന വഴിയാണ് തണ്ണിത്തോട് പോലീസ്, അതായത് ഞാൻ താമസിക്കുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷനിലെ 2 പോലീസ് ഉദ്യോഗസ്ഥർ ഞാൻ സഞ്ചരിക്കുന്ന ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ മധുബാബു പറയുന്നുണ്ട്, ഇവനെ എവിടെയാണ് കൊണ്ടുപോകുന്നതെന്ന് ആര് ചോദിച്ചാലും പറയണ്ട എന്നാണ് പറയുന്നത്. എന്നിട്ട് നേരെ എന്നെ കോന്നി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ്. നിന്നോട് പറഞ്ഞ വസ്ത്രം അഴിച്ചു മാറ്റാൻ പറയുന്നു. നിർബന്ധത്തോടെ എന്നെ വസ്ത്രം അഴിച്ചു മാറ്റിക്കുന്നു. അതിനുശേഷം എന്നെ ഒരു ബെഞ്ചിൽ കിടത്തുന്നു. ബെഞ്ചിൽ കിടത്തിയതിന് ശേഷം ചൂരൽ കൊണ്ട് എൻ്റെ 2 കാൽവെള്ളകളും അടിച്ചു പൊട്ടിക്കുന്നു. പിന്നെ ശരീരമാസകലനം ചൂരൽ കൊണ്ട് അടിക്കുന്നു. അതിനുശേഷം കൈകളുടെ 2ഉം പൊത്തി എൻ്റെ ചെവി അടിക്കുന്നു. ഓരോ തവണ അടിക്കുമ്പോഴും ചെവിയിൽ നിന്ന് ചോര എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്നെ താഴെ കിടത്തിക്കൊണ്ട് ബൂട്ടിട്ടുകൊണ്ട് നിരവധി തവണ എന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം മർദ്ദിക്കുമ്പോൾ എന്നെ പിടിച്ചു നിർത്താൻ വേണ്ടി വേറെ 2 പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട്. അങ്ങനെ ഏതാണ്ട് എൻ്റെ ശ്വാസം വിലങ്ങി ഞാൻ അബോധാവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തി. അപ്പോൾ തന്നെ അവിടെ ആ സ്റ്റേഷനിൽ പാർട്ടി പ്രവർത്തകരെത്തിയപ്പോൾ മധുബാബുവിന് കാര്യങ്ങൾ കുഴപ്പമാകണമെന്ന് മനസ്സിലായി. അപ്പോൾ തന്നെ എൻ്റെ പേരിൽ കോന്നി പോലീസ് സ്റ്റേഷൻ കേസുകളില്ല. അദ്ദേഹം ഉടൻ തന്നെ എന്നെ പത്തനംതിട്ട സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. ഞാൻ കാതോലിക്കറ്റ് കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ കോളേജ് സമരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസുണ്ടെന്ന് ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ കൊണ്ടുപോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ എന്നെ സെല്ലിലടയ്ക്കുന്നു. ഞാൻ കണ്ണ് പെപ്പർ സ്പ്രേ അടിച്ചതുകൊണ്ട് തന്നെ ദേഹമാസകലം നീറുകയാണ്. കണ്ണിലൊക്കെ ഈ പെപ്പർ സ്പ്രേയുടെ ഒരു കേസും ഇല്ലാതെ താങ്കളോട് ഈ ഉദ്യോഗസ്ഥൻ എന്താണ് ഇത്രയും ദേഷ്യം, ഇങ്ങനെ തല്ലാൻ, ഇങ്ങനെ മർദ്ദിക്കാൻ, ഇങ്ങനെ ഉപദ്രവിക്കാൻ? അത് അന്നത്തെ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ കോന്നിയിലെ കോളേജുകൾ അട്ടിമറിക്കാൻ വേണ്ടി SFIയുടെ അന്നത്തെ ലീഡറായിരുന്ന എന്നെ ആ കോന്നി പ്രദേശത്തു നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി അന്നത്തെ മന്ത്രിയായ അടൂർ പ്രകാശിൻ്റെ ആലോചനയുടെ ഭാഗമായിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. അത് ആ നാട്ടിലെ മുഴുവൻ ആളുകൾക്ക് അറിയുകയും അന്ന് അടൂർ പ്രകാശിൻ്റെ ഓഫീസിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങളും ഉണ്ടായതാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ അനുഭവം തുടർന്നോളൂ. പത്തനംതിട്ടയിൽ എത്തിയ ശേഷം, അതായത് എന്നെ പത്തനംതിട്ടയിലെത്തിയ ശേഷം പത്തനംതിട്ട സെല്ലിലേക്ക് എന്നെ അടയ്ക്കുന്നുണ്ട്. നമുക്കറിയാം, പെപ്പർ സ്പ്രേ കണ്ണിലും ശരീരമാസകലിലും, പ്രത്യേകിച്ച് എൻ്റെ കാൽവെള്ളയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. കാൽവെള്ളയിലൊക്കെ നമുക്ക് പെപ്പർ സ്പ്രേ അടിച്ചാൽ അതിഭീകരമായി നമുക്ക് നീറും, ശരീരമാകെ വെന്ത് പൊള്ളുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഞാൻ ആ സെല്ലിൽ കിടന്നുകൊണ്ട് അലയ്ക്കുന്നുണ്ട്, അമറി വിളിക്കുന്നുണ്ട്, എനിക്ക് അല്പം വെള്ളം കുടിക്കാൻ തരണേന്ന്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും എനിക്ക് കുടിക്കാൻ കുടിവെള്ളം തന്നില്ല. ഞാൻ അപ്പോൾ അതിലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ദയ തോന്നിയാൽ അത് ആ ബാത്റൂമിലെങ്ങാണ് വെള്ളം കാണും, എടുത്ത് കുടിക്കുക എന്നിങ്ങനെ പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തിൻ്റെ രതീഷ് എന്നോ മറ്റൊന്നാണ്. പിന്നീട് ഞാൻ അദ്ദേഹത്തെ കാണുകയും നന്ദി പറയുകയും ചെയ്തു. ഞാൻ ബാത്റൂമിൽ പോയി ആ ബാത്റൂമിലെ ബക്കറ്റിലിരുന്ന വെള്ളം കുടിക്കുകയും എൻ്റെ കണ്ണ് കഴുകുകയും ചെയ്യുന്ന സാഹചര്യമാണ് അന്നുണ്ടായത്. അതിനുശേഷമാണ് പത്തനംതിട്ടയിലെ DYSP സ്റ്റേഷനിലെത്തുന്നത്. സ്റ്റേഷനിലെത്തുമ്പോൾ എൻ്റെ അവശത കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഗൗരവം മനസ്സിലായി. കാരണം ഞാൻ ഒരുപാട് ആരോഗ്യ പ്രശ്നം അപ്പോൾ തന്നെ നേരിടുന്നുണ്ടായിരുന്നു. എൻ്റെ അവസ്ഥ ഗുരുതരമാകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ തന്നെ DYSP എൻ്റെ പേര് കേസില്ലെന്ന് മനസ്സിലാക്കി കോന്നിയിലെ CI ആയിരുന്ന മധുബാബുവിനെ, എന്നെ ഈ സ്റ്റേഷനിൽ കൊണ്ട് ഇട്ട മധുബാബുവിനെ വിളിച്ചു വരുത്തി, ഞാൻ ഈ കേസ് ഇവിടെ ഒരു കേസിലും പ്രതിയല്ല, അതുകൊണ്ട് എന്നെ ഈ സ്റ്റേഷൻ നിർത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു. തുടർന്ന് എത്രയും പെട്ടെന്ന് എനിക്ക് ആവശ്യമായ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, അല്ല ഇയാൾ മരിച്ചു പോകുന്ന മധുബാബുവിനോട് പറഞ്ഞു. അങ്ങനെ മധുബാബു ഈ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർബന്ധത്തിന് വഴങ്ങി എന്നെ പത്തനംതിട്ട ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ട് പ്രാഥമികമായ ചികിത്സ നൽകി.
അതിനുശേഷം കോന്നിയിലേക്ക് കൊണ്ടുപോയി കോന്നിയിലെ മന്ത്രി അടൂർ പ്രകാശിൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി അങ്ങനെ തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാക്കി, കണ്ടാൽ അറിയാവുന്നവരുടെ കൂട്ടത്തിലാണ്, പ്രതിയാക്കി എന്നെ ഏതാണ്ട് 3 മാസം നിരവധി കേസുകളിലായി എന്നെ 3-3.5 മാസത്തോളം ജയിലിൽ അടയ്ക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ശരി.